എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാഷ് ലെവൽ 2 എന്ന വ്യത്യസ്തമായ ഒരു ഗുജറാത്തി സിനിമയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥിനികളെ കാണിക്കുന്നു. എല്ലാവരും വേഗത്തിൽ സ്കൂളിലേക്ക് പോവുകയാണ്. അതിനൊരു വിദ്യാർത്ഥിനിയെ അവളുടെ അച്ഛൻ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. മറ്റൊരു വിദ്യാർത്ഥിനിയെ അമ്മ നല്ലതുപോലെ വഴക്കു പറയുകയാണ്. അടുത്ത പരീക്ഷയിൽ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് അവളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്നു. അതിനിടയിൽ ആ ബസിന്റെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് മറ്റൊരു വിദ്യാർത്ഥിനി ഓടി വന്ന് ബസ്സിൽ കയറുന്നു. ഇങ്ങനെ എല്ലാവരും രാവിലെ 8:30 അസംബ്ലി തുടങ്ങുന്നതിന് മുൻപ് സ്കൂളിൽ എത്തിച്ചേർന്നു. വാച്ച്മാൻ വിസിലടിച്ചുകൊണ്ട് വേഗം പോകൂ, ഇനി 5 മിനിറ്റിനുള്ളിൽ പ്രയർ തുടങ്ങും, അതിനുശേഷം ലേറ്റായാൽ ആരെയും സ്കൂളിലേക്ക് വിടില്ല. വളരെ വലിയൊരു പ്രൈവറ്റ് സ്കൂൾ ആയതിനാൽ അവിടെ നിരവധി സ്പോർട്സ് ആക്ടിവിറ്റിയും ഉള്ളതായി കാണിക്കുന്നുണ്ട്. ആ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ പേര് ജയ എന്നാണ്. പ്രയർ തുടങ്ങുന്നതിന് മുൻപ് അവരും സ്കൂളിലെത്തുന്നു. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതിനാൽ സ്കൂൾ വളരെ കർശനമായിട്ടാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ അസംബ്ലി ഭംഗിയായി കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഞ്ച് ബ്രേക്ക് ആകുന്നു. ഇപ്പോൾ മുതലാണ് കഥയിലെ ട്വിസ്റ്റുകൾ തുടങ്ങുന്നത്. ഇവിടെ കുട്ടികൾ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് സ്കൂളിൽ തന്നെ നൽകുന്നുണ്ട്. അങ്ങനെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികളും ക്യാൻറ്റീനിൽ വന്നിരിക്കുന്നു. പലവിധ വിഭവങ്ങൾ ഒരു പ്ലേറ്റിൽ വെച്ച് എല്ലാവർക്കും നൽകുന്നു. വിദ്യാർത്ഥിനികളും സന്തോഷത്തോടെ സംസാരിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതോടെ ഓരോരുത്തർക്കും എന്തോ മാറ്റം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ വിദ്യാർത്ഥിനിയുടെയും മുഖഭാവം മാറുന്നു. എല്ലാവരും കൈകൾ കൂട്ടിക്കെട്ടി മേശയ്ക്ക് മുന്നിൽ മരവിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. കുറച്ചു മുൻപ് വരെ ചിരിയും ബഹളവും നിറഞ്ഞ ആ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ശ്മശാന നിശബ്ദതയായി മാറുന്നു. ഒരു സൂചി വീണാലും കേൾക്കാവുന്നത്ര നിശബ്ദം. ഇത് കണ്ട ക്യാൻറ്റീനിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന 2 സ്ത്രീകളും ഞെട്ടിപ്പോകുന്നു. എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത്? എല്ലാവരും എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നവർ ചോദിക്കുന്നു. അവർ വീണ്ടും വീണ്ടും കുട്ടികളെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും ശക്തമായി ശ്വാസം വലിക്കാൻ തുടങ്ങുന്നത്. അതിൽ ഒരാൾ പെട്ടെന്ന് ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് ക്യാൻറ്റീന്റെ വാതിൽ തുറന്ന് ഒരു വ്യക്തി അകത്തേക്ക് കടന്നു വരുന്നു. അയാളെ കണ്ടതോടെ അവിടെ ഇരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും ഒരുമിച്ച് തിരിഞ്ഞ് അയാളെ നോക്കുന്നു. അയാൾ അവരിൽ നിന്ന് 10 വിദ്യാർത്ഥിനികളെ മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അങ്ങനെ ആ 10 പേരോടും പേര് ചോദിച്ച ശേഷം ഒരു നിർദ്ദേശം നൽകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ അതേപടി അനുസരിക്കണം എന്ന് അയാൾ പറയുമ്പോൾ ആ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് ശരിയെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ ഒരു ടീച്ചറെയാണ് കാണിക്കുന്നത്. അവർ ക്ലാസ് റൂമിലേക്ക് വരുന്നു. പക്ഷെ ക്ലാസ് റൂമിൽ ഒരു വിദ്യാർത്ഥിനി പോലുമില്ല. അവർ ക്ലാസ് റൂമിന്റെ ജനലിന്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ ടെറസിൽ നിന്നൊരു വിദ്യാർത്ഥിനി താഴേക്ക് വീണതുപോലെ തോന്നുന്നു. ഇത് കണ്ട് അവർ ഭയന്ന് പുറത്തേക്ക് ഓടി വരുന്നു. ശരിക്കും ഒരു വിദ്യാർത്ഥിനി ടെറസിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു കിടക്കുകയാണ്. അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ അതേ ടെറസിന്റെ അരികിൽ 9 വിദ്യാർത്ഥികൾ കൂടി നിൽക്കുകയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, ഞങ്ങൾ താഴെ വീഴും, ഞങ്ങളെ രക്ഷിക്കൂ എന്നവർ ഉറക്കെ നിലവിളിക്കുന്നു. ഇത് കണ്ട ടീച്ചർ ഭയന്ന് അലറുന്നു. അതോടെ വാച്ച്മാനും ഓടിയെത്തുന്നു. അദ്ദേഹം നേരെ പോയി പ്രിൻസിപ്പലിനെ വിളിച്ചുകൊണ്ടുവരുന്നു. പ്രിൻസിപ്പലും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. താഴെ മരിച്ചു കിടക്കുന്ന വിദ്യാർത്ഥിനിയെ കണ്ടതോടെ അവർ പൂർണ്ണമായും തകർന്നു പോകുന്നു. അവരും മുകളിലേക്ക് നോക്കുന്നു. അവിടെയും വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മോളെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എല്ലാവരും താഴേക്ക് ഇറങ്ങി വരൂ എന്ന് പ്രിൻസിപ്പൽ വിളിച്ചു പറയുന്നു. പക്ഷേ ആ വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ട്, മാം, ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, പക്ഷെ താഴേക്ക് ചാടാനും കഴിയുന്നില്ല, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുന്നു. കുറച്ചു നേരം നിൽക്കൂ മക്കളെ, ഞാൻ മുകളിലേക്ക് വരാം എന്ന് പറഞ്ഞ പ്രിൻസിപ്പലും വാർഡനും മറ്റ് ടീച്ചർമാരും എല്ലാവരും പെട്ടെന്ന് ടെറസിലേക്ക് ഓടുന്നു. അവർ അടുത്തേക്ക് ചെന്നുകൊണ്ട്, എന്താ മക്കളെ ചെയ്യുന്നത്? താഴേക്ക് വരൂ, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ, മാം അടുത്തേക്ക് വരരുത്, ഞങ്ങൾ ചാടിപ്പോകും, പക്ഷെ ഞങ്ങളെ രക്ഷിക്കുമാം എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിനികൾ വീണ്ടും നിലവിളിക്കുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് ഭയമാകുന്നു, വരൂ മക്കളെ എന്ന് പ്രിൻസിപ്പൽ അപേക്ഷിക്കുന്നു. അപ്പോഴാണ് വാച്ച്മാൻ ഒരു വിദ്യാർത്ഥിനിയെ രക്ഷിക്കാൻ അവളുടെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ അതേ നിമിഷം ആ വിദ്യാർത്ഥിനി ടെറസിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഇത് കണ്ട പ്രിൻസിപ്പൽ പൂർണ്ണമായും തകർന്നു പോകുന്നു. അവരുടെ കൺമുന്നിൽ തന്നെ അവിടെ നിന്നിരുന്ന ഓരോ വിദ്യാർത്ഥിനിയും ഒരാളിന് പിന്നാലെ ഒരാൾ എന്ന രീതിയിൽ താഴേക്ക് ചാടി ജീവൻ ഒടുക്കുന്നു. ഇപ്പോൾ കാണിക്കുന്നത് മറ്റൊരു സീനാണ്. നമ്മളുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയുടെ പേര് അഥർവ്. അഥർവിന് ആര്യ എന്ന പേരുള്ള ഒരു മകളുണ്ട്. ഏകദേശം 12 വർഷമായി അവൾക്ക് സംസാരിക്കാനോ നടക്കാനോ ഒന്നും അറിയാനോ കഴിയുന്നില്ല. സ്വന്തം മകളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയാണ് അഥർവ് ജീവിക്കുന്നത്. അയാളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരുന്നത്. അഥർവ് തന്റെ ഭാര്യയെയും മകളെയും കൂട്ടി കാറിൽ യാത്ര പോവുകയായിരുന്നു. വഴിമധ്യേ അവർ ഒരു ചായക്കടയിൽ നിർത്തുന്നു. അവിടെയാണ് നമ്മുടെ വില്ലൻ ഉണ്ടായിരുന്നത്. അഥർവിന്റെ കയ്യിൽ ചില്ലറയില്ലാത്തതിനാൽ ഒരു 10 രൂപ അയാൾ നൽകി കുട്ടിക്ക് ചായ വാങ്ങി നൽകുന്നു. അതിനുശേഷം ഒരു ചോക്ലേറ്റും അവളെ കഴിപ്പിക്കുന്നു. ആ ചോക്ലേറ്റിലൂടെയാണ് അവളെ മന്ത്രവാദം ചെയ്ത് സ്വന്തം നിയന്ത്രണത്തിലാക്കുന്നത്. ശേഷം അഥർവിന്റെ വീട്ടിലേക്ക് കയറി അവളുടെ സഹായത്തോടെ അഥർവിനെയും ഭാര്യയെയും ക്രൂരമായി ആക്രമിക്കുന്നു. അവസാനം മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് കടന്നു കളയുന്നു. ആ സംഭവത്തിൽ അഥർവിന്റെ ഭാര്യ മരിക്കുന്നു. മകനും കൊല്ലപ്പെടുന്നു. വെറുതെ വിടാൻ അഥർവ് ഒരുക്കമായിരുന്നില്ല. ഇലന്റെ ഒളിത്താവളം കണ്ടെത്തി അയാളുമായി ഏറ്റുമുട്ടുന്നു.
നീ മന്ത്രം ചൊല്ലുന്നതുകൊണ്ടാണ് എന്റെ മകൾ നിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. ഇനി നിനക്കതിന് സാധിക്കരുത് എന്ന് പറഞ്ഞ് വില്ലന്റെ നാക്ക് നമ്മുടെ ഹീറോ മുറിച്ചു മാറ്റുന്നുണ്ട്. അതുമാത്രമല്ല, തന്റെ മകളെ പോലെ നിരവധി പെൺകുട്ടികളോട് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഇയാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അഥർവ് വില്ലനെ കൊല്ലാതെ തന്റെ വീട്ടിലെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. കഴിഞ്ഞ 12 വർഷമായി അവനെ അവിടെ ചങ്ങലയിൽ ബന്ധിച്ച് ജീവനോടെ തടവിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അവന്റെ പേര് പ്രതാപ് എന്നാണ്. എന്നാൽ ആ സംഭവത്തിന്റെ ആഘാതം കൊണ്ട് പെൺകുട്ടി ഇന്നും വില്ലന്റെ മന്ത്രവാദത്തിന്റെ പിടിയിൽ നിന്ന് മോചിതയാകാതെ 12 വർഷമായി സംസാരിക്കാനോ ചിരിക്കാനോ സാധിക്കാതെ ജീവനുള്ള ഒരു പ്രതിമ പോലെ ഒരേ സ്ഥലത്ത് ഇരിക്കുകയാണ്. കഥ ഇപ്പോൾ വീണ്ടും വർത്തമാനകാലത്തിലേക്ക് മടങ്ങുന്നു. അഥർവ് ഒരു സൂപ്പർ മാർക്കറ്റിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ടിവിയിൽ ഈ സ്കൂളിലെ ദുരന്ത വാർത്ത കാണുന്നത്. പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല. 10 വിദ്യാർത്ഥിനികൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ചാടി. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ക്യാൻറ്റീനിൽ പ്രതിമകളെ പോലെ ഇരിക്കുകയാണ്. ഇത് കേട്ടതോടെ ആ പ്രദേശമാകെ ഭീതിയിലാകുന്നു. പ്രത്യേകിച്ച് ആ സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കൾ. എല്ലാവരും സ്കൂളിന് മുന്നിലെത്തുന്നു. ഞങ്ങളെ അകത്തേക്ക് വിടൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ കാണണം എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു. അതേസമയം ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം സ്കൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയും ഈ വാർത്ത അറിഞ്ഞ് വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്നു. കഴിഞ്ഞ 12 വർഷമായി വില്ലനെ വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ മുറിയിലേക്ക് പോയി ചങ്ങലയിൽ കെട്ടിയിരുന്ന വില്ലനെ ഉണർത്തുന്നു. അവൻ കണ്ണു തുറന്ന ഉടനെ ഹീറോ ചോദിക്കുന്നു, സത്യം പറഞ്ഞോളൂ, ഈ മന്ത്രവാദം, ഈ വശീകരണം നിന്നേക്കാൾ വേറെ ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളെപ്പോലുള്ളവർ എത്ര പേരുണ്ട്? ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തത് നിന്റെ ആളല്ലേ? സത്യം പറയാം എന്ന് ചോദിക്കുന്നു. അത് കേട്ട് വില്ലൻ ഭീകരമായി ചിരിക്കുകയാണ്. ശേഷം എനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ തലകുലുക്കി വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നു. അതേസമയം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രം ഈ വശീകരണം ബാധിച്ചിരുന്നില്ല. അവൾ പോലീസിനോട് പറയുന്നു, ഞാൻ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നു. ബാത്റൂമിൽ പോയി തിരികെ വന്നപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും പ്രതിമകളെ പോലെ ഇരിക്കുകയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. അടുത്ത സീനിൽ വീണ്ടും ക്യാൻറ്റീനാണ് കാണിക്കുന്നത്. ചാടി മരിച്ച 10 വിദ്യാർത്ഥിനികളെ ഒഴികെ ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും ഇപ്പോഴും അതേ മേശയിൽ ശ്വാസം മാത്രം എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പോലീസുകാർ ഓരോരുത്തരുടെയും അടുത്തു ചെന്നു. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും ഒരു വാക്കുപോലും പറയുന്നില്ല. അപ്പോഴാണ് ഒരു വിദ്യാർത്ഥിനി മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നത്. അവൾ പോലീസിനോട് പറയുന്നു, സർ, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആദ്യം പ്രതാപിനെ കണ്ടെത്തണം. പ്രതാപിനെ കണ്ടെത്തി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മോചനം ലഭിക്കൂ എന്ന്. അത് കേട്ട് പോലീസിന് ഒന്നും മനസ്സിലാകുന്നില്ല. ആരാണ് പ്രതാപ്? അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. പക്ഷെ അവൾ കരഞ്ഞുകൊണ്ട്, അതൊന്നും എനിക്ക് അറിയില്ല സർ, പ്രതാപിനെ മാത്രം കണ്ടെത്തൂ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവിടെ വളരെ ഭയാനകരമായ കാര്യങ്ങൾ നടക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അത് പറഞ്ഞതോടെ അവൾ വീണ്ടും 15 മുതൽ 20 വരെ വിദ്യാർത്ഥിനികളുടെ പേരുകൾ വിളിക്കുന്നു. അവർ എല്ലാം പെട്ടെന്ന് എഴുന്നേറ്റ് അതിവേഗത്തിൽ ഓടി വരുന്നു. മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെ തന്നെ അവർ അടിക്കാൻ തുടങ്ങുന്നു. പ്രിൻസിപ്പൽ പേടിച്ച് താഴെ വീഴുന്നു. അപ്പോഴാണ് ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്ന ആ 2 സ്ത്രീകളെയും ആരോ തള്ളിയിട്ടതുപോലെ കാണിക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഓടിയിറങ്ങിയ ആ 20 വിദ്യാർത്ഥിനികൾ സ്കൂളിന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അവർ ഒരു സോംബിയെ പോലെ മാറി പുറത്തു നിന്നിരുന്ന മാതാപിതാക്കളെ ആക്രമിക്കുന്നു. റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളെ കല്ലെറിഞ്ഞ് ആക്രമിക്കുന്നു. ബൈക്കിൽ വന്നവരെ താഴെ തള്ളിയിട്ട് അടിക്കുന്നു. കാണുന്ന എല്ലാവരെയും അടിക്കുകയും കടിക്കുകയും ചെയ്ത ഒരു ക്രൂര മൃഗത്തെ പോലെയാണ് അവർ പെരുമാറുന്നത്. ഇപ്പോൾ അവിടെ ന്യൂസിലും ഇത് തന്നെയാണ് പ്രധാന വാർത്ത. ജനങ്ങളോട് എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക. ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് ഗുരുതരമായ മാനസിക പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇത് കേട്ടപ്പോൾ അഥർവിന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ മനസ്സിൽ വിചാരിക്കുന്നു, ഇനി ഞാൻ മിണ്ടാതിരുന്നാൽ കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണം. എന്റെ മകളെ മന്ത്രവാദം ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളെയും ആരോ നിയന്ത്രിക്കുന്നത്. ആ മനുഷ്യനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് തിരിക്കുന്നു. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞു. പോലീസ് സന്നാഹവും കൂടുതൽ ശക്തമാകുന്നു. ഇതിനിടെ സ്കൂളിൽ ബാക്കിയുള്ള വിദ്യാർത്ഥിനികൾ ഇപ്പോഴും ക്യാൻറ്റീൻ മീശയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ പുറത്തു നിന്നിരുന്ന മാതാപിതാക്കളെ പോലീസ് അകത്തേക്ക് വിടുന്നു. നിങ്ങൾ വിളിച്ചു നോക്കൂ, ചിലപ്പോൾ നിങ്ങളുടെ വാക്ക് കേൾക്കുമെങ്കിലോ എന്ന് പറയുന്നു. ഓരോരുത്തരുടെയും അച്ഛനും അമ്മയും സ്വന്തം മകളെ വിളിക്കുന്നു. പക്ഷെ ഒരു പെൺകുട്ടി പോലും പ്രതികരിക്കുന്നില്ല. അച്ഛനോടും അമ്മയോടും ഒരു വാക്കുപോലും പറയുന്നില്ല. അപ്പോഴാണ് ആ വിദ്യാർത്ഥിനികളിൽ ഒരാൾ വീണ്ടും സംസാരിക്കുന്നത്. നിങ്ങൾ പ്രതാപിനെ കണ്ടെത്തിയോ ഇല്ലയോ? വേഗം കണ്ടെത്തൂ. അപ്പോഴാണ് അഥർവ് അവിടേക്ക് എത്തുന്നത്. പോലീസ് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? പക്ഷെ അദ്ദേഹം ഒന്നും പറയാതെ നേരെ പ്രതാപിനെ കുറിച്ച് പറഞ്ഞ വിദ്യാർത്ഥിനിയുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം ചോദിക്കുന്നു, എനിക്ക് പ്രതാപിനെ നന്നായി അറിയാം.
അവനെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ നീ പിന്നെ എന്തു ചെയ്യും? പക്ഷെ ആ വിദ്യാർത്ഥിക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹീറോ എല്ലാവരോടും പറയുന്നത്, ഈ കുട്ടിയെ ആരോ വശീകരിച്ചിരിക്കുകയാണ്. ഇവളെ മാത്രമല്ല, ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരാൾ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പ്രയാസമാകാം, പക്ഷെ ഇതാണ് സത്യം. 12 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതേ അവസ്ഥ നേരിട്ട ആളാണ്. ഇത് ഇനിയും കൂടുതൽ അപകടകരമാകും. അതിനു മുൻപ് ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്ത ആ മനുഷ്യനെ നമുക്ക് കണ്ടെത്തണം. പോലീസും പ്രിൻസിപ്പളും ചോദിക്കുന്നു, പക്ഷെ അയാളെ എവിടെ പോയി കണ്ടെത്തും? ഹീറോ പറയുന്നു, അവൻ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം അവൻ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയൂ. ഒരുപക്ഷെ ഇപ്പോൾ അകത്തിരിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോലും അയാൾ ഉണ്ടായിരിക്കാം. അപ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ ക്യാൻറ്റീനിലേക്ക് വന്നിരുന്ന ആ ദുരൂഹനായ ആളെ ഓർമ്മ വരുന്നത്. അയാൾ ശരിക്കും അവിടെ ഒരു രക്ഷിതാവായി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ശേഷം ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്റെ പേര് രാജ്നാഥ്. ഈ വിദ്യാർത്ഥിനികളെ എല്ലാം മന്ത്രവാദം ചെയ്ത് നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നത് ഞാനാണ്. അത് കഴിഞ്ഞ രാജ്നാഥ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ആദ്യം ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എല്ലാവരും ഈ കെട്ടിടം വിട്ട് പുറത്തേക്ക് പോകണം. പക്ഷെ അവിടെ നിന്നും ആരും പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ രാജ്നാഥ് ചിരിച്ചുകൊണ്ട്, ശരി, നിങ്ങൾ പോകുന്നില്ലല്ലേ? എങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ വിളിച്ച് ആ കത്തിയെടുത്ത് നിന്റെ കൈമുറിക്കൂ എന്ന് ഉത്തരവിടുന്നു. ഒരു നിമിഷം പോലും മടിക്കാതെ ആ വിദ്യാർത്ഥിനി അതുപോലെ ചെയ്യുന്നു. അതുകണ്ട് അവളുടെ അച്ഛനും അമ്മയും തടയാൻ ശ്രമിച്ചിട്ടും അവൾ നിർത്തുന്നില്ല. ഇതുകണ്ട പോലീസുകാരൻ ഇവനെ ഇപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നാൽ ഈ കുട്ടികളെല്ലാം രക്ഷപ്പെടും എന്ന് പറഞ്ഞ് തോക്കെടുക്കുന്നു. പക്ഷെ അതുകണ്ട മറ്റൊരു വിദ്യാർത്ഥിനി ഞങ്ങളുടെ ഗുരുവിനെ കൊല്ലാനാണോ വരുന്നത് എന്ന് അലറിക്കൊണ്ട് കത്തിയെടുത്ത് പോലീസുകാരനെ ആക്രമിക്കുന്നു. രാജ്നാഥ് ഭീകരമായി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോൾ മനസ്സിലായോ, ഇവിടെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും എന്നെ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ കുട്ടികൾ തന്നെയാകും നിങ്ങളെ അവസാനിപ്പിക്കുക. ശേഷം അയാൾ എല്ലാവരോടും അലറിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം. എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകൂ. അയാൾ അലറുന്നു. എന്നാൽ ആരും പോകുന്നില്ല. അപ്പോൾ രാജ്നാഥ് നിലത്ത് കിടന്നിരുന്ന പോലീസുകാരന്റെ തോക്കെടുത്ത് ചോദിക്കുന്നു, ഇവിടെ ഉള്ളവരിൽ ആർക്കെങ്കിലും ഈ തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ? അപ്പോൾ ഒരു വിദ്യാർത്ഥിനി മുന്നോട്ട് വന്ന്, എനിക്കറിയാം എന്ന് പറയുന്നു. രാജ്നാഥ് ആ തോക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാ അച്ഛനമ്മമാരെയും വെടിവെക്കൂ എന്ന് ഉത്തരവിടുന്നു. ഒരു മടിയും കൂടാതെ ആ വിദ്യാർത്ഥിനി രണ്ടുപേരുടെ മാതാപിതാക്കളെ വെടിവെക്കുന്നു. അതിൽ ഒരാൾ സ്വന്തം അച്ഛനും അമ്മയും തന്നെയായിരുന്നു. ഇത് കണ്ട ബാക്കി മാതാപിതാക്കൾ എല്ലാവരും ഭയന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് ബാക്കി നിൽക്കുന്നത് ഹീറോയും രാജ്നാഥും മാത്രമാണ്. രാജ്നാഥ് ചോദിക്കുന്നു, ശരി, ഇനി പറയൂ, പ്രതാപ് എവിടെയാണ്? അതിന് ഹീറോ ചോദിക്കുന്നു, പ്രതാപിനെ നിനക്കെന്തിനാണ്? രാജ്നാഥ് പറയുന്നു, അവനാണ് എന്റെ ഗുരു, എന്റെ ചേട്ടൻ. കഴിഞ്ഞ 12 വർഷമായി ഞാൻ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എവിടെയാണ്? ഹീറോ ശാന്തമായി മറുപടി പറയുന്നു, അവനിപ്പോൾ എന്റെ വീട്ടിലാണ്. 12 വർഷമായി ഞാൻ അവനെ ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ വെച്ചിരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് അവൻ എന്റെ മകളെ മന്ത്രവാദം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇത് കേട്ടതോടെ രാജ്നാഥ് ക്രോധത്തിൽ വിറയ്ക്കുന്നു. എന്റെ ചേട്ടനെ ആരാലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. നീ കള്ളം പറയുകയാണ്. ഞങ്ങൾ പഠിച്ച എല്ലാ വിദ്യകളും എന്നെ പഠിപ്പിച്ചത് എന്റെ ചേട്ടനാണ്. അവനെ നിനക്ക് എങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. പിന്നെ അല്പം ആലോചിച്ച ശേഷം പറയുന്നു, ശരി, എന്റെ ചേട്ടനെ എനിക്ക് തിരികെ തന്നാൽ ഞാൻ ഈ പെൺകുട്ടികളെ എല്ലാം എന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാം. പക്ഷെ നമ്മുടെ ഹീറോ ഉടൻ തന്നെ പറയുന്നു, ഈ കുട്ടികളെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. നിന്റെ ചേട്ടൻ കാരണം എന്റെ മകൾ 12 വർഷമായി ഒരിടത്തിരിക്കുകയാണ്. അവളെ പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ? ഇത് കേട്ട രാജ്നാഥിന് വീണ്ടും ദേഷ്യം വരുന്നു. അപ്പോൾ ഈ കുട്ടികൾ നിനക്ക് പ്രധാനമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് ശ്വാസം എടുക്കരുത് എന്ന് ഉത്തരവിടുന്നു. ആ വിദ്യാർത്ഥിനി ഉടനെ ശ്വാസം നിർത്തുന്നു. ഏതാനും നിമിഷങ്ങൾക്കാവും അവൾ മരിച്ചു വീഴുന്നു. പക്ഷെ ഹീറോയ്ക്ക് അതിൽ യാതൊരു വികാരവുമില്ല. അദ്ദേഹം ശാന്തനായി പറയുന്നു, ഇതുപോലെയുള്ളത് ഞാൻ ഒരുപാട് കണ്ടു കഴിഞ്ഞു. ഈ കുട്ടികളെ നീ എന്തു വേണമെങ്കിലും ചെയ്യൂ. എനിക്കെന്റെ മകളാണ് പ്രധാനം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ രാജ്നാഥ് പെട്ടെന്ന് വിളിക്കുന്നു, ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്റെ മകളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അതിനു മുൻപ് നീ എനിക്ക് എന്റെ ചേട്ടനെ തിരികെ തരണം. ഹീറോ ഒടുവിൽ അതിന് സമ്മതിക്കുന്നു. ശേഷം രാജ്നാഥ് ഒരു വിദ്യാർത്ഥിനിയെ അയച്ച് പുറത്തു നിന്നിരുന്ന പ്രിൻസിപ്പലിനെ അകത്തേക്ക് വിളിക്കുന്നു. പ്രിൻസിപ്പൽ വന്നതോടെ രാജ്നാഥ് പറയുന്നു, 2 ബസ്സുകൾ ഒരുക്കൂ. ഞാനും ഈ വിദ്യാർത്ഥിനികളും ഇപ്പോൾ ഒരു പ്രധാന സ്ഥലത്തേക്ക് പോകും. ആരും ഞങ്ങളെ പിന്തുടരാൻ പാടില്ല. പോലീസ് പിന്തുടർന്നാൽ ഈ കുട്ടികളുടെ ജീവന് ഉത്തരവാദി നിങ്ങളായിരിക്കും.
കുറച്ചു സമയത്തിനുള്ളിൽ 2 ബസ്സുകൾ എത്തുന്നു. എല്ലാ വിദ്യാർത്ഥിനികളെയും കൂട്ടി രാജ്നാഥും ഹീറോയും ആ ബസ്സിൽ യാത്ര തിരിക്കുന്നു. അതേസമയം മുമ്പ് പുറത്തുപോയി ആക്രമിച്ചിരുന്ന ആ 20 വിദ്യാർത്ഥിനികളിൽ ഒരാളെ കാണിക്കുന്നു. രാജ്നാഥ് അവളെയും ബസ്സിൽ കയറാൻ വിളിക്കുന്നു. പക്ഷെ അത്ഭുതകരമായി അവന്റെ ഉത്തരവ് അനുസരിക്കാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട ഹീറോയുടെ മനസ്സിൽ ഒരു സംശയം ഉയരുന്നു. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി മാത്രം രാജ്നാഥിന്റെ വാക്ക് കേൾക്കാത്തത്? അതേസമയം ബസ്സിനുള്ളിൽ രാജ്നാഥ് തന്റെ ചേട്ടനെ കുറിച്ച് വലുതായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷമായി രാവും പകലും നോക്കാതെ ഞാൻ എന്റെ ചേട്ടനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. അതേസമയം പോലീസ് ആ ബസ്സിൽ രഹസ്യമായി ഒരു ട്രാക്കർ ഘടിപ്പിച്ചിരുന്നതിനാൽ ബസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ ബസ് ഹീറോയുടെ വീട്ടിലെത്തുന്നു. അവിടെ എത്തിയ ഉടൻ രാജ്നാഥ് വിദ്യാർത്ഥിനികളോട് പറയുന്നു, നിങ്ങളിൽ 50 പേർ വീടിന്റെ പുറത്ത് കാവൽ നിൽക്കണം. ആരെയും അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത്. ബാക്കി 50 പേർ എന്റെ കൂടെ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ രാജ്നാഥിനെ കൂട്ടിക്കൊണ്ട് നേരെ ഒരു മുറിയിലേക്ക് പോകുന്നു. അവിടെ ഹീറോയുടെ മകൾ ആര്യ അതേ ചിരിച്ച മുഖവുമായി അനങ്ങാതെ ഇരിക്കുകയാണ്. ഇത് കണ്ട് രാജ്നാഥ് ചോദിക്കുന്നു, എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? എന്റെ ചേട്ടൻ എവിടെയാണ്? അതിന് ഹീറോ പറയുന്നു, ആദ്യം എന്റെ മകളെ നോക്ക്, അവളെ ഈ മന്ത്രവാദത്തിൽ നിന്ന് മോചിപ്പിക്കൂ, അതിനുശേഷം നിന്റെ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. രാജ്നാഥ് ശാന്തമായി മറുപടി പറയുന്നു, ഞങ്ങളെപ്പോലെയുള്ളവർ ഒരിക്കൽ വാക്കുകൊടുത്താൽ അത് തീർച്ചയായും പാലിക്കും. ആദ്യം എന്റെ ചേട്ടനെ കാണിക്കൂ, നിന്റെ മകളെ ഞാൻ പഴയ നിലയിലേക്ക് കൊണ്ടുവരാം. അതോടെ ഹീറോ അവനെ വീടിന്റെ താഴെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ മുറിയുടെ വാതിൽ തുറന്നത് മാത്രം ഭയങ്കര ദുർഗന്ധം പുറത്തേക്ക് വരുന്നു. മുറിയുടെ അവസ്ഥ അത്ര തന്നെ മോശമായിരുന്നു. അകത്തു കയറിയ രാജ്നാഥ് തന്റെ ചേട്ടനായ പ്രതാപിനെ കാണുന്നു. കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. വായിലും ചങ്ങലയുണ്ട്. അത് കണ്ട രാജ്നാഥ് തകർന്നു പോകുന്നു. അയ്യോ, എന്റെ ചേട്ടനെ ഈ അവസ്ഥയിലാക്കിയോ? എന്താണ് നീ ചെയ്തത്? എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. ഹീറോ ശാന്തമായി പറയുന്നു, ശരിയായി ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല, ഒരുപാട് പീഡിപ്പിച്ചു, അതുകൊണ്ടാണ് ഈ അവസ്ഥ. കുറച്ചു സമയം കഴിഞ്ഞാൽ ബോധം വരും. ശേഷം ഹീറോ പറയുന്നു, നീ പറഞ്ഞതുപോലെ നിന്റെ ചേട്ടനെ ഞാൻ കാണിച്ചു തന്നു. ഇനി എന്റെ മകളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരൂ. അതിന് രാജ്നാഥ് പറയുന്നു, നിന്റെ മകളെ താഴേക്ക് കൊണ്ടുവാ. ഹീറോ തന്റെ മകളെ വീൽ ചെയറിലിരുത്തി താഴേക്ക് കൊണ്ടുവരുന്നു. അത് കണ്ട രാജ്നാഥ് പറയുന്നു, വിചിത്രമാണ്, നിന്റെ മകൾ ഇപ്പോഴും ചിരിക്കുന്ന മുഖത്താണ്. ഞാൻ ഇതുവരെ ഒരുപാട് പേരെ വശീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ചിരിച്ച മുഖമുള്ള ഒരാളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ചേട്ടന്റെ ശക്തി വേറെ ലെവലാണ്. പിന്നീട് രാജ്നാഥ് ചോദിക്കുന്നു, അന്ന് എന്റെ ചേട്ടൻ നിന്റെ മകൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിരുന്നോ? ഹീറോ മറുപടി പറയുന്നു, ഒരു മിഠായി പോലെ ഒന്നാണ് കൊടുത്തത്. അപ്പോൾ രാജ്നാഥ് പറയുന്നു, ഏതൊരു മന്ത്രവാദത്തിനും ഒരു നിശ്ചിത സമയപരിധിയേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത് ഒരാളെ പരമാവധി ഒരു ദിവസം മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. ഈ സ്കൂളിലെ കുട്ടികൾക്കും ഞാൻ ലഞ്ചിൽ മന്ത്രവാദം ചെയ്ത ഭക്ഷണമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അവർ 24 മണിക്കൂർ മാത്രം എന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാകുന്നത്. അതും ഞാൻ അവരുടെ അടുത്തുണ്ടായാൽ മാത്രം. ഞാൻ 3-4 മണിക്കൂർ അകലെയായാൽ അവർ വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും. നീ വഴിയിൽ കണ്ട പെൺകുട്ടി എന്റെ വാക്ക് കേൾക്കാതിരുന്നത് അതുകൊണ്ടാണ്. അത് കേട്ട ഹീറോ ആശയക്കുഴപ്പത്തിലാകുന്നു. രാജ്നാഥ് വീണ്ടും പറയുന്നു, പക്ഷെ നിന്റെ മകൾ 12 വർഷമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനർത്ഥം എന്റെ ചേട്ടന് അവളിൽ നിന്ന് എന്തോ ഒരു കടം വാങ്ങാനുള്ളത് ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്രയും കാലം അവളെ നിയന്ത്രിക്കുന്നത്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ആദ്യം എന്റെ മകളെ കണ്ടപ്പോൾ എന്റെ കയ്യിൽ ചില്ലറയില്ലെന്ന് പറഞ്ഞ് അവൻ എനിക്കൊരു 10 രൂപയ്ക്ക് ചായ വാങ്ങി തന്നിരുന്നു. അത് ഞാൻ മകൾക്ക് കൊടുത്തു എന്ന് പറയുന്നു. അത് കേട്ട് രാജ്നാഥ് ഉടനെ പറയുന്നു, അപ്പോൾ കാര്യം വളരെ എളുപ്പമാണ്. ആ 10 രൂപ എടുത്ത് എന്റെ ചേട്ടന്റെ കയ്യിൽ തിരികെ കൊടുക്കൂ. ഇപ്പോൾ കടം തീർന്നതിനാൽ നിന്റെ മകൾ അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതയാകും. ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ 500 നോട്ടുകൾ മാത്രമേ ഉള്ളൂ. അവസാനം വീട്ടിലുണ്ടായിരുന്ന ഒരു കുടുക്ക പൊട്ടിച്ച് അതിൽ നിന്ന് 10 രൂപയെടുത്ത് ബോധമില്ലാതെ കിടന്നിരുന്ന പ്രതാപിനെ ഉണർത്തി കയ്യിൽ കൊടുക്കുന്നു. അന്ന് നീ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുത്ത ചായയുടെ 10 രൂപ ഇപ്പോൾ ഞാൻ തിരികെ നൽകുന്നു. നിന്റെ കടം തീർന്നു. ഹീറോ ഉടനെ മകളുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ അവൾ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം രാജ്നാഥിനോട് ചോദിക്കുന്നു, നീ പറഞ്ഞതുപോലെ 10 രൂപ ഞാൻ തിരികെ കൊടുത്തല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് മാറ്റമില്ലാത്തത്? രാജ്നാഥ് പറയുന്നു, നിന്റെ മകളെ ഒന്ന് വിളിച്ചു നോക്ക്, അവളെ കുലുക്കി വിളിക്കൂ, അവൾക്ക് ബോധം വന്നിട്ടുണ്ടാകും. ഹീറോ പലതവണ അവളെ വിളിക്കുന്നു, പക്ഷെ പ്രതികരണം ഒന്നുമില്ല. അദ്ദേഹം കരഞ്ഞു തുടങ്ങുന്നു. പക്ഷെ പെട്ടെന്നാണ് മകളുടെ മുഖഭാവം മാറുന്നത്. 12 വർഷമായി ഉറഞ്ഞുകിടന്നിരുന്ന ആ ചിരി അപ്രത്യക്ഷമാകുന്നു. അവൾ പതുക്കെ അച്ഛ എന്ന് വിളിക്കുന്നു. അത് കേട്ടതോടെ അഥർവിന്റെ കണ്ണുകൾ നിറയുന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾക്ക് പൂർണ്ണബോധം തിരികെ ലഭിക്കുന്നു. അച്ഛ അച്ഛ എന്ന് കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അതേസമയം അവളെ ഇത്രയും വർഷം വശീകരിച്ചിരുന്ന പ്രതാപിനെ കണ്ടതോടെ അവൾ ഭയത്തിലും ദേഷ്യത്തിലും അലറുന്നു.
മറുവശത്ത് ബോധം വീണ്ടെടുത്ത പ്രതാപിന്റെ വായിലെ ചങ്ങല രാജ്നാഥ് അഴിച്ചു മാറ്റുന്നു. ചേട്ടാ, എല്ലാം ശരിയായി, നമുക്ക് പോകാം എന്ന് പറയുന്നു. പക്ഷെ പ്രതാപിന് സംസാരിക്കാൻ കഴിയുന്നില്ല. രാജ്നാഥ് അതിശയിച്ച് ചോദിക്കുന്നു, എന്താ ചേട്ടാ, എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയാത്തത്? പ്രതാപ് കൈകൊണ്ട് കാണിച്ചു പറയുന്നു, ഇവനെന്റെ നാവ് മുറിച്ചു കളഞ്ഞു. അത് കേട്ട രാജ്നാഥ് ക്രോധത്തിൽ പൊട്ടിത്തെറിക്കുന്നു. എന്റെ ചേട്ടനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞ് ഹീറോയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. ഹീറോ അപേക്ഷിക്കുന്നു, ഞങ്ങളെ സമാധാനമായി ജീവിക്കാൻ വിട്ടാൽ മതി. നിന്റെ ചേട്ടനെയും കൂട്ടി നീ ഇവിടെ നിന്ന് പോകൂ. പക്ഷെ രാജ്നാഥ് പറയുന്നു, നിന്റെ മകളെ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, നിന്നെ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും ആക്രമിക്കുന്നു. അപ്പോഴാണ് ഹീറോ പറയുന്നത്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇനി എന്റെ മേലോ എന്റെ മകളുടെ മേലോ കൈവച്ചാൽ നീ ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല എന്ന്. അങ്ങനെ പറഞ്ഞതിനു ശേഷം കയ്യിലെ വാച്ചിലെ ഒരു ബട്ടൺ അമർത്തുന്നു. ഉടൻ തന്നെ വീട്ടിലാകെ അതിശക്തമായ ശബ്ദം മുഴങ്ങി തുടങ്ങുന്നു. ആ ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും ബോധം കെട്ടു വീഴും. ഹീറോയും മകളും നേരത്തെ തന്നെ ഹെഡ്ഫോൺ ധരിച്ചിരുന്നതിനാൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ പുറത്തുണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും രാജ്നാഥും പ്രതാപും ആ ശബ്ദം കേട്ട് ബോധം കെട്ടു വീഴുന്നു. അങ്ങനെ രാത്രി അവസാനിച്ച് രാവിലെ നേരം വെളുക്കുന്നു. പോലീസ് ഹീറോയുടെ വീട്ടിലെത്തുന്നു. രാജ്നാഥ് പറഞ്ഞതുപോലെ 24 മണിക്കൂർ കഴിഞ്ഞതോടെ എല്ലാ വിദ്യാർത്ഥിനികളും സാധാരണ നിലയിലേക്ക് തിരികെ വരുന്നു. ഹീറോ പോലീസിനോടും പ്രിൻസിപ്പലിനോടും പറയുന്നു, കുറച്ചു സമയത്തിനുള്ളിൽ എല്ലാ കുട്ടികൾക്കും പൂർണ്ണ ബോധം തിരികെ ലഭിക്കും. അവരെ സുരക്ഷിതമായി വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ അദ്ദേഹം പറയുന്നു, രാജ്നാഥിനെ മാത്രം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ജയിലിൽ അടച്ചാൽ അവന് സന്തോഷമായിരിക്കും. പക്ഷെ എന്റെ കയ്യിലായാൽ ജീവിതാവസാനം വരെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ആദ്യ ഭാഗത്തിലെ വില്ലൻ പ്രതാപിനെ പൂട്ടിയിരുന്ന അതേ മുറിയിൽ രാജ്നാഥിനെയും ചങ്ങലയിൽ ബന്ധിച്ചടയ്ക്കുന്നു. പ്രതാപിനെ ഇത്രയും വർഷം എങ്ങനെ പീഡിപ്പിച്ചോ അതുപോലെ തന്നെ ഇപ്പോൾ രാജ്നാഥിനെയും പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. അവസാന സീനിൽ ഹീറോയുടെ മകൾ ആര്യ സൂര്യപ്രകാശത്തിൽ സമാധാനമായിരുന്ന് ജ്യൂസ് കുടിക്കുന്നത് കാണിക്കുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം മകൾക്ക് ജീവിതം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ഹീറോ അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.